ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വെയിറ്റിംഗ് ഷെഡ് വലിയ വിവാദങ്ങളുയർത്തിയ ഒന്നാണ്. വി കെ ശ്രീകണ്ഠൻ എം പിയുടെ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച ഈ വെയിറ്റിംഗ് ഷെഡിന് 17 ലക്ഷം രൂപ ചിലവിട്ടു എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ശ്രീകണ്ഠനെതിരെ ആരോപണമായി ഉന്നയിച്ചതാണ്. പക്ഷേ റെയിൽവേയാണ് ഈ വലിയ അട്ടഹാസം കാണിച്ചതെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എം പി എടുത്ത നടപടിയെ തുടർന്ന് റെയിൽവേക്ക് ചിലവായ തുക കഴിച്ച് 9.9 ലക്ഷം രൂപ തിരിച്ചടക്കേണ്ടി വന്നു. ജില്ലാ കളക്ടർക്ക് വി കെ ശ്രീകണ്ഠൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് റെയിൽവേ ഇത്രയും തുക ഡെപ്പോസിറ്റ് ഫണ്ടിലേക്ക് മാറ്റിവെച്ചതായി റിപ്പോർട്ട് നൽകിയത്. അത് ഇപ്പോൾ എം പി ഫണ്ടിലേക്ക് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ദിവസം നൂറുകണക്കിന് ആളുകൾ വന്നിറങ്ങുന്ന ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് മുന്നിലെ ബസ് വെയിറ്റിംഗ് ഷെഡിന് മൊത്തം 17 ലക്ഷം രൂപ ചിലവാക്കിയെന്ന് അതിൻ്റെ സ്തൂപത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ചിലവായത് 9 ലക്ഷം രൂപ മാത്രമേ ചിലവായിട്ടുള്ളൂ. അപ്പോൾ ബാക്കി തുക 9.94 ലക്ഷം ചിലവ് കഴിച്ച് ബാക്കി തുകയാണ് ഇപ്പോൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ജനപ്രതിനിധികൾക്ക് മാതൃകയാക്കാവുന്ന ഒരു നടപടിയാണ് വി കെ ശ്രീകണ്ഠൻ എം പി സ്വീകരിച്ചത്. കാരണം തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, ആരാണ് പ്രതിസ്ഥാനത്ത്? റെയിൽവേ പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം, ഒരു എം പി ഫണ്ടിൽ നടന്ന നിർമ്മാണത്തിൽ നിന്ന് 10 ലക്ഷത്തോളം രൂപ അടിച്ചു മാറ്റുമോ എന്ന് സാധാരണക്കാർക്കെന്നല്ല ആർക്കും ചിന്തിക്കാനാവില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതാണ്. ഇതിൻ്റെ കണക്കുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് എം പി റെയിൽവേക്ക് കത്ത് നൽകി. അപ്പോഴും റെയിൽവേ അതിൽ ഉറച്ചു നിന്നു. ഇത്രയും വലിയ തുക ചിലവായെന്ന് പറഞ്ഞു. അപ്പോൾ കളക്ടറോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. കളക്ടർ അന്വേഷണം നടത്തിയപ്പോഴാണ് 10 ലക്ഷത്തോളം രൂപ റെയിൽവേ മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന വസ്തുത പുറത്തു വന്നത്. എന്തായാലും ഇതിൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട വി കെ ശ്രീകണ്ഠൻ എല്ലാ ജനപ്രതിനിധികൾക്കും ഇപ്പോൾ മാതൃകയായിരിക്കുകയാണ്. കാരണം പൊതുജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് റെയിൽവേ ചെയ്താലും സർക്കാർ ചെയ്താലും കരാറുകാർ ചെയ്താലും ആ കണക്ക് പരിശോധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ജനപ്രതിനിധികൾ ഏറ്റെടുക്കേണ്ടതാണ്.